നാളെ ഓഗസ്റ്റ് 9 ഞായറാഴ്ച കാമിക ഏകാദശിയാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അതിശ്രേഷ്ഠമായിട്ടുള്ള വളരെ പ്രത്യേകതകളുള്ള ഒരു ഏകാദശി തന്നെയാണ്. പക്ഷെ നമുക്കത് വ്രതം ആചരിക്കാൻ പറ്റുന്നില്ല, ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നില്ല, ഇനി കുളിച്ചിട്ട് വിളക്ക് കൊളുത്താൻ പോലും പറ്റുന്നില്ല. എന്തു ചെയ്യും? ഒട്ടും വിഷമിക്കേണ്ട, യാതൊരു സങ്കടവും വേണ്ട. കാരണം ഭഗവാൻ നമുക്കതിനൊക്കെയുള്ള ഉപായം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിംബരം. വേറൊന്നും വേണ്ട. എന്താണ്? നാവൊന്നേ വേണ്ടു, ഹരിനാരായണായ നമഃ. അല്ലേ? നാമം ജപിക്കാനായിട്ട് നാവ് മാത്രം മതി. നമുക്ക് നാമം ജപിക്കാം, ഒരു പ്രശ്നമില്ലല്ലോ. പക്ഷേ ഇനിയിപ്പോൾ അതും പറ്റില്ല. ഒച്ചയ്ക്ക് നാമം ജപിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്. പോട്ടെ, അങ്ങനെയാണെങ്കിൽ എന്നാ ചെയ്യുന്നത്? മാനസജപം വളരെ ശ്രേഷ്ഠമാണ്. നമുക്ക് മനസ്സിൽ ജപിക്കാമല്ലോ. നമുക്ക് ഏത് സമയത്താണെങ്കിലും നമുക്ക് മനസ്സിൽ ജപിക്കാം, അല്ലേ? നമുക്ക് എന്ത് വയ്യായികയാണെങ്കിലും ഇനി എന്താണെങ്കിലും ശരി, നമുക്ക് മനസ്സുകൊണ്ട് ജപിക്കാം. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് തന്നെയല്ല, നമ്മുടെ ഭഗവാൻ നമുക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാത്. അതായത് വലിയ ദുഃഖത്തിൽ നിന്നും വലിയ ഭയത്തിൽ നിന്നുമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ധർമ്മമുണ്ടല്ലോ, സ്വല്പം അനുഷ്ഠിച്ചാലും അത് നമ്മളെ ഇതിൽ നിന്നൊക്കെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താ വേണ്ടത്? അപ്പം എന്തായാലും മറ്റൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയാലും കുറച്ച് നാമെങ്കിലും ജപിക്കുക ഭഗവാന് വേണ്ടിയിട്ടല്ല. ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഏകാദശി പുണ്യം നിറയട്ടെ.